പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അന്ന് പുതിയ സീക്രട്ട് ഏജൻറ്റ് എന്തോ ഒരു വലിയ തെളിവുമായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുതുകാട് സാറിൻ്റെ ഇതിൽ. അപ്പോൾ അവിടെ ജോലി ചെയ്ത് എന്ന് പറഞ്ഞ ഒരാളെ, ഷിയാബ് എന്ന് പറഞ്ഞ ഒരാളെയും കൊണ്ടാണ് നമ്മൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംവിധാനമുണ്ട്, ഒരു നിയമ സംവിധാനമുണ്ട്. അപ്പോൾ അതിലൂടെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്, പുറത്തു കൊണ്ടുവരി ഇതിൻ്റെ തെളിവുകൾ സഹിതം ഇതിനെ ഇവരൊപ്പം നിൽക്കും നമ്മൾ ഈ ഒരു കാര്യത്തിന്. അത് പറഞ്ഞാൽ ഇതൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണിത് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇങ്ങനെ ഒരു മീഡിയ, ഒരു യൂട്യൂബ് ചാനൽ അപ്പോൾ ഒന്ന് വലിയൊരു തെളിവുമായിട്ട് വരും എന്ന് പറഞ്ഞായിരുന്നു സീക്രട്ട് ഏജൻറ്റ്. അപ്പോൾ അദ്ദേഹം വലിയ തെളിവ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയായിട്ടാണ് വന്നത്. അദ്ദേഹത്തിന് ആ സമയത്തൊക്കെ പറയാൻ പേടിയായിരുന്നു. ആരെയാണ് ഇവിടെ പേടിക്കേണ്ടത്? കേരളത്തിൽ അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഏതൊരാൾക്കും ഏതൊരു കാര്യവും ഉന്നയിക്കാനും മറ്റുള്ള എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേടി എന്താ ഇപ്പം മാറിയതാണ്. അപ്പോൾ ഇതൊക്കെ കാണേണ്ടത് ഇതൊരു അജണ്ടയാണ്. ഒരാളെ കരിവാരി തേക്കുക, ഒരു സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമ നടക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. വലിയൊരു ലോബി തന്നെ ഇതിൽ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അവരുദ്ദേശിച്ച അവർ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിയ ഒരു ആരോപണം തന്നെയാണ്. ആ ആരോപണത്തെ അവർക്ക് തെളിയിക്കാൻ കഴിയണം. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊതു മധ്യത്തിലേക്ക് കൊണ്ടുവരണം. എന്താ പറഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ ഉള്ള ആ ഒരു കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ല. അപ്പോൾ അത് അവർ വെളിച്ചത്ത് കൊണ്ടുവരണം. അല്ലാതെ ഇങ്ങനെ ഒരു മീഡിയയിൽ വന്നിട്ടും കൂടിയല്ല, മീഡിയ തന്നെയാണ്, പക്ഷെ എന്നാൽ ഈ യൂട്യൂബ് ചാനലിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരാളെ തകർക്കാൻ ശ്രമിക്കുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അവരോടൊപ്പമാണ് നമ്മളെല്ലാവരും നിൽക്കുക. അപ്പോൾ അത് ഇത്രയും ചീപ്പ് രീതിയിലുള്ള ഒരു കാര്യങ്ങളിലൂടെ ഒരുപാട് അമ്മമാർ അവിടെ ഉണ്ട്. അതിലുള്ള ഒരു 2 അമ്മമാർ അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഇന്നും സാജൻ ചേട്ടൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ അദ്ദേഹം വേറൊരു ചാരിറ്റബിൾ, അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്ന ഒരു ചാരിറ്റബിളിൻ്റെ രീതിയിൽ 23 ലക്ഷങ്ങൾ ആണ് ഇന്ന് അവിടെ കൈമാറിയത്. കൈതപ്രം സാറ് അങ്ങനെ ഒരുപാട് പ്രമുഖ വ്യക്തികൾ അവിടെ പങ്കെടുത്ത് കുട്ടികളുമായിട്ട് ആഘോഷിക്കുന്ന വീഡിയോസാണ് നമ്മൾ കണ്ടത്. അവിടെ നിന്ന് ഒരാൾ പോലും ഈ ഒരു ശബ്ദം വേണ്ടാത്ത രീതിയിലുള്ള ഒരു കാര്യമാണെന്നോ അല്ലെങ്കിൽ നമ്മളവിടെ സംതൃപ്തരല്ലാന്നോ പറഞ്ഞിട്ടില്ല. പിന്നെ പൊതുവെ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നവരെന്തായാലും അവിടെ നിന്ന് ഒച്ചപ്പാടുകളും ഉയർന്നു വരേണ്ടത് തന്നെയാണ്. അപ്പോൾ അതൊന്നുമില്ല. കുറച്ച് ചില ആൾക്കാർ മാത്രം ഇങ്ങനെ പറയുന്നതിനോട് നമുക്കെന്താ യോജിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരുപാട് യൂട്യൂബിലുള്ള ഒരുപാട് ആൾക്കാർ ഇത് മാതിരി വീഡിയോ ഇട്ട് മുതുകാടിനെതിരെ സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ എല്ലാവരും ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഡിസബിളായിട്ട് കിടക്കുന്ന ഒരു കുട്ടിയെ എനിക്കും അറിയാം. എൻ്റെ കുടുംബത്തിലല്ല, ഒരു ചെറുത് കുടുംബത്തിൽ ഇങ്ങനെയുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം അവരനുഭവിക്കുന്നുണ്ട് കെയർ ചെയ്യാനെന്നുള്ളത് നമുക്കറിയുന്നതാണ്. അവരെ ഓരോ കാര്യത്തിനും അപ്പോൾ അത്രയും നല്ല രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവന്ന് അവർക്കൊരു സാലറി, ശമ്പളം ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സാധ്യമാവുന്നൊരു കാര്യമാണോ എന്ന് പോലും നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ ചിന്തിച്ചു പോകും. പക്ഷേ അത് സാധ്യമാക്കിയ അദ്ദേഹത്തെ ഇങ്ങനെ കരിവാരി തേക്കുന്നതിനോട് യോജിപ്പില്ല. അഥവാ നിങ്ങൾ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ അത് പൊതുമധ്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട്, ഇവിടെ ഒരു നിയമവാഴ്ച ഉണ്ടല്ലോ, നിയമമുള്ളൊരു രാജ്യത്താണ്, എല്ലാ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ്. അതുകൊണ്ടാണ് നമുക്കൊക്കെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. അത്രയും സ്വാതന്ത്ര്യം ഉണ്ടായിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ വെറുതെ ഏതെങ്കിലും ഒരു ചാനലിൽ വന്ന് കുറച്ച് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് ആൾക്കാർ കാണുന്ന ഒരു മാധ്യമത്തിൽ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഒരാളെ കരിവാരി തേക്കാനും കുറച്ച് ആൾക്കാരുടെ ഇടയിലേക്ക് നെഗറ്റീവ് ചിന്താഗതി കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കപടമായിട്ടുള്ള ആ ഒരു കാര്യം ചെയ്യുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. അന്നേരം പക്ഷേ പറയാലോ,
ഇങ്ങനെ ഒരുപാട് തെളിവുകളുണ്ട് എന്ന് പറഞ്ഞു. ഈ തെളിവൊക്കെ ഇതാണോ തെളിവ്? ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കൊണ്ടുവന്ന ഇതാണോ വലിയ തെളിവ്? അതിലൊന്നും നമുക്ക് യാതൊരുവിധ ഓലോട് സമരസപ്പെടാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവർ കൊണ്ടുവരികയാണെങ്കിൽ ഇത് പൊതുമധ്യത്തിൽ ഒരു നിയമപരമായ കാര്യങ്ങളിലേക്കും അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ ഒരു സ്ഥാപനത്തിന് ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഈ ഒരു പോക്ക് ഒരിക്കലും നല്ലതല്ല. കാരണം അവിടെയുള്ള ഒരുപാട് കുട്ടികൾക്ക്, ഇങ്ങനെ ഡിസബിൾ ബാധിച്ച കുട്ടികൾക്ക്, അംഗവൈകല്യമുള്ള ആൾക്കാർ ഒരുപാട് നല്ല രീതിയിൽ സാലറി വാങ്ങുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. 9 ലക്ഷമൊക്കെയാണ് ഓരോ കുട്ടികൾ 4-5 വർഷം കൊണ്ട് 9 ലക്ഷം വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ സാധാരണക്കാരനായ ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അവിടെയുള്ള എൻ്റെ കുടുംബത്തിൻ്റെ അവിടെയുള്ള ആ ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിൻ്റെ ഒരു പെൻഷൻ കിട്ടുന്നുണ്ട്. ആ ഒരു തുച്ഛമായ വേതനത്തിലൂടെയാണ് ആ കുട്ടിയെ നോക്കാനും. എന്താ പറഞ്ഞാൽ എപ്പോഴും വീട്ടിലൊരു ഒരാൾ വേണമെന്നുള്ള ആ ഒരു സ്ഥിതിയിൽ നിൽക്കുന്ന ആ ഒരു അവസ്ഥ നമ്മൾ കണ്ടതാണ്, നേരിട്ട് അനുഭവിച്ചതാണ്, നേരിട്ട് കണ്ടതാണത്. അതുകൊണ്ടാണിത് പറയുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടാനും കാരണം. എന്താണ്, അത്രയും നല്ലൊരു മഹത് പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെ കരിവാരി തേക്കുക എന്ന് പറയുന്നത് അത് അപലപനീയം തന്നെയാണ്. അതാരായാലും, അത് ഏതൊരാളായാലും അപലപനീയം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു കൊടും ചതി, ഇതിന് നിങ്ങൾ പറയുന്നത് ആരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടും ചതിയാണ്. അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു കൊണ്ടുവരണം. അല്ലാതെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ കരിവാരി തേക്കുന്ന ആ ഒരു രീതിയിനോട് നമുക്ക് സമരസപ്പെടാനേ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും റൈറ്റ് വിഷൻ ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഇതിൽ രേഖപ്പെടുത്തണം. കമൻ്റായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. നമ്മളിത് ചെറിയ ചാനലാണ്, വളർന്നു വരിക തന്നെ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തും.